നമസ്കാരം. പ്രമേഹവും രക്തസമ്മർദ്ദവുമുള്ള ഒട്ടുമിക്ക ആളുകളും ഇന്ന് അനുഭവിക്കുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ് വൃക്കകളുടെ തകരാറ് എന്ന് പറയുന്നത്. ശരീരത്തിലെ വൃക്കകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളുക, അതേപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചുവന്ന രക്താണുക്കളെ, നമ്മുടെ രക്തത്തിലെ ചുവന്ന രക്താണുക്കളെ ഉണ്ടാക്കുക, അതുപോലെ തന്നെ നമ്മളുടെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുക, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ആവശ്യമായിട്ടുള്ള ലവണങ്ങൾ, സോഡിയം, പൊട്ടാസ്യം ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക, അതേപോലെ തന്നെ ശരീരത്തിൻ്റെ എല്ലുകൾക്ക് ബലമുണ്ടാക്കുന്ന വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് എങ്ങനെ ഈ വൃക്കകളുടെ പ്രവർത്തനങ്ങൾ മോശമാകുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ശരീരത്തിൽ നീര് ഉണ്ടാവുക, അതായത് പിറ്റിംഗ് എഡീമ എന്ന് പറയും. നമ്മൾ കൈകൊണ്ടൊന്ന് ഞെക്കി നോക്കുമ്പോൾ അവിടെ കൊഴിയുന്ന രീതിയിലുള്ള നീരുണ്ടാവുക, അതേപോലെ തന്നെ മുഖം നന്നായിട്ട് ഇടിമ്പിക്കുക, നീര് വെക്കുക, കൺപോളകളുടെ താഴ്വശത്ത് നന്നായിട്ട് കറുപ്പുണ്ടാകുക, നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ ഇടവേളകളിൽ മൂത്രം ഒഴിക്കുന്ന അളവ് കുറയുക, മൂത്രത്തിൽ വലിയ ഒഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുക, മൂത്രത്തിൻ്റെ നിറവ്യത്യാസം ഉണ്ടാകുക, മൂത്രം ഒഴിക്കുമ്പോൾ പതയുണ്ടാവുക, അതേപോലെ തന്നെ മറ്റൊരു പ്രധാന ലക്ഷണമാണ് നമുക്ക് ക്ഷീണം അനുഭവിക്കുക, ഭയങ്കരമായിട്ടുള്ള ക്ഷീണം അനുഭവിക്കുക, വിശപ്പില്ലായ്മ, ഓക്കാനം വരിക, അതേപോലെ തന്നെ നമ്മളുടെ വായിൽ നമുക്ക് അമോണിയയുടെ ഒരു സ്മെല്ല്, ടേസ്റ്റൊക്കെ ഫീൽ ചെയ്യുക. ഇതൊക്കെയാണ് ഈ വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ വളരെ മുൻപേ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. നമുക്കിതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്തപരിശോധനയിലൂടെ നമുക്കിത് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. അതായത് യൂറിയ ക്രിയാറ്റിനാണ് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ക്രിയാറ്റിൻ്റെ അളവ് എത്രത്തോളം വ്യത്യാസം വരുന്നു, അതേപോലെ തന്നെ ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് GFR എന്ന് പറയും, അത് നമുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ നമ്മളെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് ബ്ലഡ് യൂറിയ നൈട്രജൻ, ബൺ എന്ന് പറയും. അത് നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വൃക്കയുടെ തകരാറുകളുണ്ടോ, പ്രവർത്തനം ഏതൊക്കെ രീതിയിൽ മോശമായിരിക്കുന്നു എന്ന്. അതേപോലെ തന്നെ നമ്മളുടെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ, യൂറിൻ അനാലിസിസ് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് യൂറിനകത്ത് പ്രോട്ടീൻ കൂടുതലായിട്ട് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ക്രിയാറ്റിൻ ആൽബുമിൻ റേഷ്യോ അത് എത്രത്തോളം വ്യതിയാനപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒപ്പം ഈ ലക്ഷണങ്ങളുടെ ഒപ്പം നമ്മൾ അൾട്രാസൗണ്ട് പോലെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ട് നമുക്ക് വളരെ നേരത്തെ ആയിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ യഥാവധി കൃത്യമായ ചികിത്സ തേടുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. വൃക്കകൾ നമ്മളുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. നമ്മളുടെ ദൈനംദിനമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുവാൻ തക്കവണ്ണം ആവശ്യമായിട്ടുള്ള ഒരു ഓർഗനാണ്. ആരോഗ്യം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു. ആരോഗ്യമാണ് സമ്പത്ത്. ശുഭദിന ആശംസകൾ.